സിപിഎമ്മിനെ പുകഴ്ത്തിയും സിപിഐയെ വിമർശിച്ചും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചതിയൻ ചന്തുമാരാണ് 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നതെന്ന് സിപിഐയെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു. വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ്, പുറത്തല്ല. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വീണ്ടും പിണറായി അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. എന്നാൽ ചതിയൻ ചന്തു എന്ന തൊപ്പി 1000 തവണ ചേരുന്നത് അവർക്കു തന്നെയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. LDFന്റെ മുഖം വെള്ളാപ്പള്ളി അല്ലെന്നും LDF സർക്കാരിന് മാർക്കിടാൻ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം മറുപടി നൽകി. എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അതിന് ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാട്ടിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീ ചേരില്ല. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇല്ല, ഞാനത് ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. റഹീസ് റഷീദുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, വാദപ്രതിവാദം ശക്തമാണ്. ഇരുകൂട്ടരും പരസ്പരം ശക്തമായ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എങ്ങോട്ടാണ് പോക്ക്? ശ്രുതി, വെള്ളാപ്പള്ളി നടേശൻ CPIM-നെ ചേർത്തുപിടിച്ചും CPI-യെ വിമർശിച്ചുമുള്ള ഒരു നിലപാടാണ് ഇന്ന് ശിവഗിരിയിൽ എടുത്തിട്ടുള്ളത്. ചതിയൻ ചന്തു എന്നാണ് CPI-യെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഭരണത്തിന്റെ ആനുകൂല്യമെല്ലാം കൈപ്പറ്റിയിട്ട് പാർട്ടിക്കകത്ത് പറയേണ്ട, അല്ലെങ്കിൽ മുന്നണിക്കകത്ത് പറയേണ്ട വിമർശനങ്ങൾ പുറത്തു വന്ന് പറയുന്നു CPI എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം തവണയും LDF അധികാരത്തിലെത്തും എന്ന കാര്യം അദ്ദേഹം മുഷ്ടി ചുരുട്ടിയാണ് പിണറായി വിജയൻ തന്നെ വരും എന്ന് അത്യാവേശത്തിൽ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് കൃത്യമായ മറുപടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകുകയും ചെയ്തു. 1000 വട്ടം ചതിയൻ ചന്തു പ്രയോഗം ചേരുന്നത് വെള്ളാപ്പള്ളി നടേശനും ആ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനയ്ക്കുമാണ്. ഞങ്ങളുടെ തലയിൽ ആ തൊപ്പി ചേരില്ല എന്ന ഒരു കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തു. ഒപ്പം ബിനോയ് വിശ്വം പറഞ്ഞ ഒരു കാര്യം, പരോക്ഷമായി മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെ മറ്റൊരു അർത്ഥത്തിൽ എതിർക്കുന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. കണ്ടാലൊന്ന് ചിരിക്കും, കൈ കൊടുക്കും, പക്ഷേ കാറിൽ കയറ്റില്ല വെള്ളാപ്പള്ളി നടേശനെ ഞാൻ എന്നാണ് ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.